ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹൈസിൻസ് മോം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദുബായ് വ്ളോഗായിട്ടാണ്. അതേ, നമ്മളിപ്പോൾ ദുബായിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്റ്റേ ചെയ്യുന്നത് അജ്മാനിലായിരുന്നു. അജ്മാനിലാണ് എൻ്റെ അപ്പയും ബ്രദറും വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ കൂടെ തന്നെയാണ് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് അവിടെ നിന്ന് 12 മണിക്കാണ് നമ്മൾ ദുബായിലോട്ടേക്ക് പോകുന്നത്. സോ ആദ്യം നമ്മൾ പോകുന്നത് ദുബായ് മാൾക്കാണ്. പിന്നെ അവിടെ നിന്ന് തന്നെയാണല്ലോ നമ്മൾ ബുർജ് ഖലീഫൊക്കെ ഉള്ളത്. സോ ദുബായിലോട്ടേക്ക് വരികയെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ബുർജ് ഖലീഫ ആണല്ലോ. സോ അത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു ഞങ്ങളും. അങ്ങനെ നമ്മൾ ദുബായ് മാളിലേക്ക് എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ പോയത് ഒരു സൺഡേ ആയിരുന്നു. അത് കാരണം തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വലിയ മാൾ തന്നെയാണ്. സോ ഇത് ഫുള്ള് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഹോൾ ഡേ തന്നെ വേണമെന്ന് പറയാം. പിന്നെ ഇവിടെ തന്നെയാണ് ഈ ഒരു വാട്ടർഫാൾ ഉള്ളത്. ആക്ച്വലി ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാളാണ്. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്പോട്ടും ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു അക്വാറിയം ഉണ്ട് കേട്ടോ, അണ്ടർ വാട്ടർ അക്വാറിയം. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാം, പക്ഷേ അതിനൊരു സെപ്പറേറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്, ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അക്വാറിയം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ സൈഡായിട്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ ഇങ്ങനത്തെ ഫിഷസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് കാണുന്നതും. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ അവിടെ തന്നെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബുർജ് ഖലീഫിൻ്റെ വ്യൂ കാണാനാണ് പോയത്. ഈ മാളിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് കേട്ടോ അത് വരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ആ വ്യൂവിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. അങ്ങനെ നമ്മളൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് തന്നെ പറയാം. കാരണം ദുബായിലെത്തിയാൽ ഇതെന്തായാലും കാണണം എന്നുള്ളത് ഏകദേശം ആൾക്കാർ ഒരു ഡ്രീം തന്നെയാവുമല്ലോ അല്ലേ. അങ്ങനെ അതും നടന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ 6:30 ശേഷം വാട്ടർ ഫൗണ്ടെയിൻ നടക്കും. അത് കാണാനും കൂടിയിട്ടാണ് കേട്ടോ ഈ തിരക്ക്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളും അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് 6:30 ശേഷം ആ വാട്ടർ ഫൗണ്ടെയിൻ കണ്ടു. ഒരു മസ്റ്റ് വാച്ച് ഫൗണ്ടെയിൻ തന്നെ ഞാൻ പറയും. അടിപൊളി ഫൗണ്ടെയിൻ ആയിരുന്നു. ആ വ്യൂവും അതൊക്കെ കാണുമ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾ 2 വട്ടമൊക്കെ നിന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കണ്ടത്. സോ ഇവിടെ വരുന്നവരാണെങ്കിൽ എന്തായാലും ഇത് കാണാതെ പോകരുത്. ഈവനിങ് 6:30 ശേഷം പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കും.
കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ദുബായ് വിങ്സിലോട്ടാണ് കേട്ടോ. ഫോട്ടോ സ്പോട്ട് ഉണ്ടല്ലോ അവിടെ. ആക്ച്വലി ഇതിൻ്റെ ബാക്ക് സൈഡ് തന്നെയാണ് അതും വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 to 15 മിനിറ്റ്സ് നടക്കേണ്ട ആ ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ആ വിങ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. കാരണം സൺഡേ ആയതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും തിരക്കുണ്ടാവും. അതുമല്ല അവിടെ ക്യൂ ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ലൈനിൽ വേണം നിന്നിട്ട് വേണം എടുക്കാൻ. അത്രയും തിരക്കാണല്ലോ. അതുകൊണ്ട് ഏകദേശം ഞങ്ങൾ 1 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ ലൈൻ നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.